ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ARS വിന്നേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CCB എക്സാമിലെ ക്ലർക്ക് പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സിലബസും ടോട്ടൽ മാർക്ക്, ഈ മാർക്കുകൾ എങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റിലൂടെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നതുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊത്തം 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കുക. 100 മാർക്കിന് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണുള്ളത്. നെഗറ്റീവ് മാർക്കുകളില്ല. നെഗറ്റീവ് മാർക്കുകളില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഇനി ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്കും, ജനറൽ നോളജിൽ നിന്ന് 10 മാർക്കും, ടെസ്റ്റ് ഓഫ് റീസണിങ്ങിൽ നിന്ന് 10 മാർക്കും, കോപ്പറേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിൽ നിന്ന് 15 മാർക്ക്, കോപ്പറേഷൻ ആക്ട് ആൻഡ് റൂളിൽ നിന്ന് 15 മാർക്ക്, ബാങ്കിങ് 20 മാർക്ക്, അക്കൗണ്ടിങ് 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്, ജനറൽ നോളജ് 10 മാർക്ക്, ടെസ്റ്റ് ഓഫ് റീസണിങ് 10 മാർക്ക്, കോപ്പറേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസും കോപ്പറേഷൻ ആക്ട് ആൻഡ് റൂളും കൂടി 15 മാർക്ക് വീതമാണ്. ബാങ്കിങ് 20, അക്കൗണ്ടിങ് 20. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.